അല്ലാതെ സാർ ഇവിടെ വരുമോ ഞങ്ങളെ കാണുമോ ഇങ്ങനെ കണ്ടതിൽ വളരെ എന്താ പറഞ്ഞ ഒരിക്കലും ഞങ്ങൾക്ക് പച്ചവെള്ളത്തിനെയും സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാത്ത അത്രയും നമ്മള് സപ്പോർട്ട് ചെയ്യണം. എന്നുവെച്ചാൽ അവരും എന്നും ഈ അടുക്കളയിൽ തന്നെ നമുക്ക് വെച്ചു വിളപ്പി തരേണ്ടവരല്ല. ഒട്ടെല്ലാം ആപ്പിലെ തീരുവാണ്. പിന്നെ നമുക്ക് സാറിനെ വിളിക്കുകയോ സാറിന്റെ ടെക്നിക്കൽ ടീമിനെ വിളിക്കുകയോ ആവശ്യം ഞങ്ങൾക്ക് സത്യത്തിൽ വന്നിട്ടില്ല. അത് ഏത് പരീക്ഷ ഇനിയിപ്പോ പോയി എഴുതിയാലും ആ കട്ട് ഓഫ് പറയാൻ പറ്റും. ഏത് റാങ്ക് പോലും ഒന്നുമില്ല, നമുക്ക് ആ കട്ട് ഓഫ് നമുക്ക് മാർക്ക് അത് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിങ്ങൾ കുടുംബത്തിലൊരു അംഗത്തെ പോലെ PSC കൊണ്ട് നടന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ഇവിടുത്തെ പഠനം KSRTCയിലായിരുന്നു. അവിടുത്തെ പഠനം എങ്ങനെയായിരുന്നു? ഈ രാവിലത്തെ സമയം കുട്ടിയും ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ഒരുപാട് വീട്ടമ്മമാര് കേൾക്കാനുണ്ടാവും. പുള്ളിക്കാരിനെ കളിയാക്കത്തില്ല. എന്താ വെച്ചാൽ എനിക്കറിയാം ഭർത്താവ് ഉറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറെ ഭർത്താക്കന്മാരോട് എന്താ സാറിന് പറയാനുള്ളത്? സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിർത്തിപ്പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. കുറച്ചും കൂടെ നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് കയറാൻ പറ്റും. നമ്മൾ അന്നും ഇന്നും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പച്ചവെള്ളം PSCയിൽ വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കാറുള്ളൂ. എടുക്കുന്ന കുട്ടികളെ വൃത്തിയായിട്ട് പഠിപ്പിക്കാനും നമുക്കറിയാം എന്നുള്ളതാണ് ഇന്നലെ വന്ന LGS റിസൾട്ട് വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 3ാം റാങ്കും 122ാം റാങ്കും സ്വന്തമാക്കിയ ദമ്പതികളെ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സ്വാഗതം. അപ്പൊ നമ്മൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപൂർവങ്ങളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ദമ്പതികൾക്ക് റാങ്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരും ഉണ്ട്, രാജീവും ഉണ്ട്, രശ്മി ഉണ്ട്. ഓക്കെ, രണ്ടുപേരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ ഒഫീഷ്യാലിറ്റിയുടെ ഒന്നും കാര്യമില്ല. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നല്ലൊരു ലിസ്റ്റിൽ വന്നു, നല്ലൊരു റാങ്കിൽ തന്നെ വന്നു, എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? എന്ത് തോന്നുന്നു? അതായത് ഞങ്ങൾ ഈ റാങ്കില് ഈ ലിസ്റ്റിൽ എത്തിയതിനേക്കാൾ ഉപരി ഈ പച്ചവെള്ളം എന്നൊരു ആ ബേസിൽ ഞങ്ങൾക്ക് സാറിനെ അവിടെ വന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് സാറ് ഞങ്ങളെ തേടി ഇവിടെ എത്തി. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബേസ് ഉണ്ടാക്കി തന്നത് സാറാണ്. അപ്പൊ അത് സാറിനെ ഒരിക്കലും എന്താ പറയുക, സാറിനെയും സാറിന്റെ ആ പച്ചവെള്ളം എന്നൊരു ബേസിനെയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, സാറിന് അങ്ങോട്ട് വന്ന് സാറ് ഓവർടേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇങ്ങനെ അടുപ്പിച്ച് ഒരു വീട്ടിൽ തന്നെ രണ്ടുപേർക്ക് എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. രണ്ടുപേരും സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ പറഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷമായി. അത് പെട്ടെന്ന് തന്നെ വരാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന ലേറ്റ് ആയത് കൊണ്ട് ഇത്തിരി ഒരു മണിക്കൂർ ലേറ്റ് ആയിപ്പോയി സാറിനെ വിളിക്കാൻ. എന്ത് തോന്നുന്നു താങ്കൾക്ക്? സന്തോഷം, ഒത്തിരി സന്തോഷം. എങ്ങനെയായിരുന്നു പഠനമൊക്കെ രണ്ടുപേരും? പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു മത്സരിച്ചുള്ള പഠനം ഉണ്ടായിരുന്നു, അതോ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് ഒന്നിച്ചിരുന്നായിരുന്നോ പഠിച്ചിരുന്നത്? ഒന്നിച്ചിരുന്ന. ഓക്കെ, ക്ലാസ്സുകൾ കാണുന്നതും നോട്ട് എഴുതുന്നതും ഒക്കെ ഒരുമിച്ച് തന്നെ? അതായത് ഞങ്ങള് ഏകദേശം ഒരു 6 മാസക്കാലം ഞങ്ങൾ ഇപ്പൊ ഇവിടെ അല്ല താമസിച്ചോണ്ട്. ഇത് പുതിയ വീടാണ്, നല്ല സെറ്റപ്പ് വീടാണ്. ഇവിടെ അല്ലായിരുന്നു. അപ്പൊ ഒരു വർഷം മുമ്പ് ഞങ്ങള് വൈഫിന്റെ വീട്ടിലായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഈ വീട് പണി നടക്കുമ്പോഴേക്കും ഞാൻ ഒരു 7:30 മുമ്പ് അതായത് ക്ലാസിന്റെ സമയം നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷെ ഇടക്ക് വെച്ച് കയറരുത്, ഇടക്ക് വെച്ച് മിസ്സാകരുതെന്നും പറഞ്ഞ് 7:15 ബസ്സിൽ കയറും. അപ്പൊ 7 തൊട്ട് പച്ചവെള്ളത്തിലേക്ക് അങ്ങോട്ട് കാല് വയ്ക്കും, കയറും. തിരിച്ച് 8:30 ആകുമ്പോഴേക്കും ആലപ്പുഴയിൽ വന്നിറങ്ങും. കറക്റ്റ് ഒരു മണി. അപ്പൊ എന്റെ പഠിത്തം പച്ചവെള്ളം ആ സമയത്ത് KSRTC ബസ്സിലൂടെ. അതിനുശേഷം വൈഫ് അത് റെക്കോർഡായിട്ട് കണ്ടിട്ട് വേണ്ടത് നോട്ട് ചെയ്ത് വെക്കും. ബാക്കിയെല്ലാം അവിടെ തന്നെ നമുക്ക് തറവാകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അവിടെ തന്നെ നമ്മള് മാക്സിമം എന്താ പറയുന്നത് പഠിച്ചാണ് ഇറങ്ങുന്നത്. പിന്നെ രാവിലെ സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ 7:30 എന്നുള്ളത് 7 മണിക്ക് 10 മിനിറ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കറണ്ട് അഫയർ ഒരു സാധനം അവിടെ വെച്ച് സെറ്റാക്കി എടുത്തു. ഇവിടുത്തെ പഠനം KSRTCയിലായിരുന്നു. അവിടുത്തെ പഠനം എങ്ങനെയായിരുന്നു? ഈ രാവിലത്തെ സമയം കുട്ടിയും ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ഒരുപാട് വീട്ടമ്മമാര് കേൾക്കാനുണ്ടാവും. ആ സമയം മാക്സിമം ഉറക്കമായിരിക്കും, പിന്നെ അല്ലെങ്കിൽ അല്ലാത്ത സമയം അമ്മയെ ഏൽപ്പിക്കും, കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കും.
എന്തായാലും ക്ലാസ് മിസ്സാക്കാറില്ല. നമ്മള് പട്ടിണി കിടന്നിട്ടില്ലല്ലോ. നോട്ട് എഴുതുവോ? കറണ്ട് അഫയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് നോട്ട് ഉണ്ടാവുമല്ലോ. ഇത് നോട്ടായിട്ട് എഴുതി എടുക്കുവോ അതോ ഒരാൾ എഴുതിയിട്ട് ഷെയർ ചെയ്യോ? അതായത് പുള്ളിക്കാരി ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഞാൻ ആ ഒരു 6 മാസക്കാലം എഴുതത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അത് നോട്ട് ചെയ്ത് ഒരു ഡയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് നമ്മൾ മറന്നു പോകും. സാറ് പഠിപ്പിച്ചാലും ചില കണ്ടന്റുകൾ നമ്മൾ എത്ര പഠിച്ചാലും മറന്നു പോകുന്ന ചില കണ്ടന്റുകളുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് പരീക്ഷ സമയത്ത് നമുക്ക് തേടി പിടിക്കാനായിട്ട് പറ്റാത്തൊരു സംഭവം ഉണ്ട്. അത് നോട്ട് ചെയ്ത് പുള്ളിക്കാരി വെക്കും. രാത്രി ഞാൻ വന്നിട്ട് ഞാനും കൂടെ ഒന്ന് നോക്കും. അങ്ങനെയാണ് പോയി പഠിച്ചത്. ഇതിൽ ആരാണ് നന്നായിട്ട് പഠിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പഠിച്ചിരുന്നത്, കൂടുതൽ സമയം പഠിച്ചിരുന്നത്? കൂടുതൽ സമയം പഠിച്ചിരുന്ന വൈഫ്. എനിക്ക് സമയം വളരെ കുറവേ ഉണ്ടായിട്ടുള്ളായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആയി ഇപ്പൊ എക്സാമിന് ഇപ്പൊ എനിക്ക് മാർക്ക് കൂടി ആൾക്ക് മാർക്ക് കൂടി എന്നുള്ള രൂപത്തിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പുള്ളിക്കാരിനെ കളിയാക്കത്തില്ല. എന്താ വെച്ചാൽ എനിക്കറിയാം എന്റെ അത്ര ഇത്തിരി എന്താ പറയാ മൈൻഡിൽ വെക്കാനായിട്ട് ഇത്തിരി മറവി ചെറുതായിട്ടുള്ള. അപ്പൊ അത് ഞാൻ എപ്പോഴും പുള്ളിക്കാരി ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാനെന്ന രൂപേണ എന്റെ റിവിഷന് വേണ്ടിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് പറയും, ആ ഇതൊന്ന് ചോദിക്കാൻ, എന്നോട് ചോദിക്കാൻ പറയും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മാക്സിമം പുള്ളിക്കാരിയായിരിക്കും. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി മാറ്റേഴ്സ് ഒന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും PSC ചോദിക്കുക എന്നുള്ളതാണ് അല്ലേ? മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ചോദിക്കുന്ന നമ്മള് എന്തെങ്കിലും പഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴേ ഇന്നത്തെ റിവിഷൻ ഉള്ളത് പുള്ളിക്കാരിനെ കൊണ്ട് മാക്സിമം ചോദിപ്പിക്കുന്നു. അപ്പൊ ഞാൻ അത് ചോദിക്കുന്നതിനനുസരിച്ച് പുള്ളിക്കാരി നോക്കി വായിക്കുകയും ചെയ്യും, ഞാൻ കാണാതെ പറയുക. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ. എന്തായിരുന്നു ഇങ്ങനെ ഈ പഠനത്തിൽ ഇതൊരു നമ്മളെ ഫാമിലീനെ ഒന്നിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചാണ്. ഇത് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഫേസ് ചെയ്തിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുള്ളത് കൊണ്ട്, അതായത് ഞങ്ങള് ഇതിലേക്ക് ഞാൻ തുടങ്ങുമ്പോഴേക്കും വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ മാത്രം പഠിക്കുന്നത് പുള്ളിക്കാരി കേട്ട് ഇരിക്കും. പിന്നെ അടുത്ത ഒരു വർഷവും പുള്ളിക്കാരിക്ക് ഈ കൊച്ചിനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൊച്ചിന് പാല് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു. ഇനി ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് റിസൾട്ട് വന്നപ്പോ രണ്ടുപേരും നല്ല റാങ്കിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഇപ്പൊ ആൾക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടിയില്ല, എന്തായിരിക്കും അപ്പൊ? ഞങ്ങൾ അങ്ങനെ എന്താ പറയാ ഒരാളെ കുറ്റം പറയാനായിട്ട് ഞങ്ങൾ ഒരിക്കലും എന്നുവെച്ചാൽ ഞങ്ങൾ അവിടുന്ന് എന്താ പറയാ ടെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നത്തെ പ്രൊഫഷണൽ ആൻസർ കീ എടുത്ത് വെച്ച് മാർക്ക് നോക്കി ഒക്കെ വരുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കോ എല്ലാ ടെസ്റ്റുകൾക്കും കുറവാറുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ഇതൊരു ടെസ്റ്റ് അല്ല, അടുത്തതിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് നമ്മൾ ലിസ്റ്റിൽ വരുമെന്നോ ഇതിന് ഇത്ര റാങ്ക് കിട്ടുമെന്നൊന്നുമില്ല. പുള്ളിക്കാരിനെ ഒരിക്കലും ഞാൻ ഡൗൺ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മുടെ തുടക്കമാണ്. എല്ലാ ടെസ്റ്റിനും ഞാൻ പറയും ഇത് നമ്മുടെ ഒരു തുടക്കമായിട്ട് കരുതാവുള്ളൂ. സമയമുണ്ട് പഠിക്കുക എന്നുള്ളത്. പഠിച്ച് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലത് എത്താം. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തിരിച്ചാണെങ്കിലോ ആൾക്ക് കിട്ടി താങ്കൾക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു അവസരത്തിൽ എങ്ങനെ വിഷമം ഉണ്ടാവുമായിരുന്നോ? അല്ല, ഇല്ലാത്തൊരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ആൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, താങ്കൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അപ്പോഴത്തെ ഒരു തോട്ട്? അപ്പോഴും കുഴപ്പമില്ല, നമ്മൾ ഇനിയും മുന്നോട്ട് പഠിച്ചു മുന്നോട്ട് പഠിക്കും. എന്നുവെച്ചാൽ ആളിന്റെ നല്ലൊരു സപ്പോർട്ടുണ്ട്. നമ്മള് ഇത്തിരി മാർക്ക് കുറഞ്ഞാലും സാരമില്ല, അടുത്തതിൽ കയറി വരാം, കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചാൽ മതി, ഇങ്ങനെ പറയും. ഇത് കുറേ ഭാര്യമാര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഭർത്താവിന്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തൊരു പ്രശ്നം നമ്മളെ വലിയൊരു ഓഡിയൻസിനുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഭാര്യ ജോലിക്ക് പോകുന്നതോ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കാൻ മീൻസ് അതിന് കൂടുതൽ സമയം ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടണം. എപ്പോഴും ഈ PSC ഒക്കെ പഠിക്കുന്ന ആളുകൾ അറിയാലോ, കുറേ സമയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഭർത്താവിന് ഒരു ഫാമിലി ടൈം ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ട് പല ഭർത്താക്കന്മാരും ഇതെന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ട എന്നുള്ള രൂപത്തിൽ പറയുന്നത്. നമ്മുടെയൊക്കെ ഓഡിയൻസിൽ ചിലർ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഭർത്താവ് ഉറങ്ങിയിട്ട് വേണം എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, അത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറെ ഭർത്താക്കന്മാരോട് എന്താ സാറിന് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ നമുക്ക് ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാത്തത്ര നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അവരും എന്നും ഈ അടുക്കളയിൽ തന്നെ നമുക്ക് വെച്ച് വിളപ്പ് തരേണ്ടവരല്ല. എന്ന് വെച്ചാൽ അവരും സമൂഹത്തിനിറങ്ങി നല്ല ജോലികൾ പേടിക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. സ്വന്തം കാര്യം പഠിത്തം നോക്കുന്നതിനേക്കാൾ ഉപരി
അവരെ പുറത്തോട്ടിറക്കാനായിട്ട് നോക്കണമെന്നാണ് എൻ്റെ ഒരു ഇനി കുഞ്ഞിനെ വെച്ച് പഠിക്കുന്നത് ഒരു ചലഞ്ച് ആയിരുന്നോ? അതായത് പിന്നെ അത് ഞങ്ങൾക്ക് ഇപ്പൊ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മോള് ഞങ്ങളുമായിട്ട് അത്രയും കോപ്പറേറ്റീവ് ആയിരുന്നു. അത്ര കോപ്പറേറ്റീവ് ആയിരുന്നു മോള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഏകദേശം നല്ല രീതിയിൽ ഞങ്ങള് ഇതിലേക്ക് ഇറങ്ങുന്നത്. ആ ഒരു വർഷക്കാലം വൈഫിന്റെ അമ്മ നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയതിനു ശേഷം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ പുള്ളിക്കാരി ഞങ്ങളെ ശല്യപ്പെടുത്തത്തില്ല. ഞങ്ങളോട് പറയും സമയമായി പോയി പഠിച്ചോ, ജോലി മേടിക്കട്ടെ, അങ്ങനെ പറയും. അപ്പൊ അവളെ കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ പച്ചവെള്ളം ആപ്പിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമുക്ക് ഒരുപാട് കുട്ടികളൊന്നും ഇല്ല. അപ്പൊ വളരെ വരുന്ന കുട്ടികളെ മാക്സിമം അവർക്ക് വേണ്ട കണ്ടന്റുകളെല്ലാം കൊടുക്കുക, മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അവർ ഇതേപോലെ നമ്മുടെ മുന്നിൽ ഇരുത്തുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പച്ചവെള്ളത്തിനോടൊപ്പം പച്ചവെള്ള ആപ്പിൽ പഠിച്ച് തുടങ്ങി ഇപ്പൊ ജോലി കിട്ടുന്നത് വരെ നമ്മുടെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ആപ്പിലൂടെ ക്ലാസ്സിലൂടെ എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. സപ്പോർട്ടിന്റെ ആവശ്യമില്ല, നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും 24/7 അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം രാവിലെയും വൈകിട്ടും, രാവിലെ ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും വൈകുന്നേരത്തെ പിന്നെ എക്സാമുകളിലും ഈ അതിലും അവിടെ കൊണ്ട് നമ്മുടെ ഡൗട്ട് എല്ലാം ആപ്പിലെ തീരുവാണ്. പിന്നെ നമുക്ക് സാറിനെ വിളിക്കുകയോ സാറിന്റെ ടെക്നിക്കൽ ടീമിനെ വിളിക്കുകയോ ആവശ്യം ഞങ്ങൾക്ക് സത്യത്തിൽ വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ്. അതാണ്, അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് പിന്നെ കിട്ടാത്തൊരു സാധനം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ വിളിച്ചില്ല സാധനം കിട്ടുന്നില്ല, പിന്നെ കണ്ടന്റ് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായി. ഡെഡിക്കേഷൻ നമ്മുടെ സപ്പോർട്ട് ടീമിനാണ്. അല്ല, ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. കാരണം എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ടീം 24/7 വാട്സപ്പ് അസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാ, ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് പഠിച്ചു, ഇനി ഒരുമിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരേ ഓഫീസിൽ തന്നെ 2 പേർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല, കണ്ടിട്ട് അല്ല, അങ്ങനെ എന്നെ സംബന്ധിച്ച് അങ്ങനെ കുഴപ്പമില്ല. ഒരേ ഓഫീസിലാണേലും ചിലപ്പോ ഒരേ ഓഫീസിൽ ഈ ഒരു കാണുന്നില്ല. അപ്പൊ കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി പിന്നെ ഇപ്പൊ കുറെ പേരൊക്കെ കുറെ കാലങ്ങളായിട്ട് പഠിക്കുന്നു, അവർക്ക് ജോലിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിർത്തിപ്പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് നമുക്ക് പിന്നെ എന്താ പറയുക, പെട്ടെന്നൊരു അവസരത്തിൽ ചെന്ന് എഴുതിയെടുക്കുക എന്നുള്ളൊരു എല്ലാവരെയും കൊണ്ട് പറ്റുന്നതല്ല. നമ്മളെല്ലാവരും ഭയങ്കര ബ്രില്യൻ്റ് ഒന്നും അല്ല. അപ്പോൾ പിന്നെ ആദ്യത്തെ 1 വർഷം നമ്മൾ എഴുതുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് പകുതി മാർക്കേ കിട്ടത്തുള്ളൂ. പിന്നീട് അങ്ങോട്ട് അടുത്ത വർഷം എഴുതുമ്പോഴേക്കും അതിൽ തന്നെ കഴിഞ്ഞ വർഷം എഴുതിയതിൽ തന്നെ റിപ്പീറ്റേഷനും ഉണ്ടാകും. അങ്ങനെ പഠിച്ച് ഇടയ്ക്കൊരു മടുപ്പ് തോന്നും നമുക്ക്. ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മറ്റുള്ള നമ്മുടെ കൂടെ ഉള്ളവർ ലിസ്റ്റിൽ കയറി, നമ്മൾ കയറിയില്ല, അയ്യോ നമ്മളെ എന്നാ ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മൾ അത്രയൊക്കെ ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്തിരി കൂടി എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ എടുത്തിരുന്നതിനേക്കാളും 1 മണിക്കൂർ കൂടുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കയറാമെന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക്. ഞാൻ ആദ്യമേ റാങ്കുകളൊന്നും വരാത്തപ്പോഴേക്കും ഞാൻ പുള്ളിക്കാരിയോടും പറയാം, ഇതൊന്നും കണ്ട് നിരാശപ്പെടരുത്, എന്നുവെച്ചാൽ നമ്മുടെ ലെവൽ ആയിട്ടില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ നമ്മൾ 1 മണിക്കൂർ കൂടെ മാറ്റി വെച്ച് നമ്മൾ ഇത്തിരി കൂടി എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ എന്തായാലും കയറാൻ പറ്റും. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. അല്ല, 3 വർഷം കൊണ്ട് നമ്മളിപ്പോ ഇനിയിപ്പോ ഒരു കോൺഫിഡൻസ് ഇല്ല, ഏത് പരീക്ഷ എഴുതാനും ഒരു ധൈര്യം ഇല്ല. അതായത് ഈ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏത് പരീക്ഷയും ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ഓഫിൽ പാർ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഏത് ടെസ്റ്റിലും. കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത്. അത് ഏത് പരീക്ഷ ഇനിയിപ്പോ പോയി എഴുതിയാലും ആ കട്ട് ഓഫ് പാർ ചെയ്യാൻ പറ്റും. ഏത് റാങ്ക് പോലും ഒന്നുമില്ല, നമുക്ക് ആ കട്ട് ഓഫ് നമുക്ക് മാർക്ക് അത് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഓക്കെ, ആ കോൺഫിഡൻസ് അവിടെ ചേട്ടൻ തന്നെയാണ് എല്ലാം പറയുന്നത് അവിടെ. അല്ല, എഴുതി വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ്. ആദ്യത്തെ എഴുതിയതിനെ വെച്ച് നോക്കുമ്പോൾ ഓരോ എക്സാം കഴിയുന്നതും നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ശ്രമിച്ചാൽ
ഉറപ്പായിട്ടും നമുക്ക് കയറാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ തളർന്നിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, ഇടയ്ക്ക് വെച്ച് പിന്മാറരുത്. അപ്പൊ അത്രയും കോരിയ വെള്ളം വെറുതെ ആവും. വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫലം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പിന്മാറും. ഈ പ്രത്യേകിച്ച് ലേഡീസിനാണ് നമ്മൾ കണ്ടുവരുന്നത്, കുറേ പഠിക്കും, കുറേ അവിടെ നിന്നും ഇവിടെ നിന്നും പഠിച്ച് രാപ്പകലില്ലാതെ എക്സാമുകളൊക്കെ എഴുതി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പരീക്ഷാ ഹാളിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും പറ്റൂല, ടെൻഷൻ കയറും. അങ്ങനെ ടെൻഷനുള്ള ആളായിരുന്നോ? എങ്ങനെ അതിനെ ഓവർകം ചെയ്തത്? എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനുള്ള ആളാണ്. ആദ്യം അടക എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് പഠിച്ചോണ്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പഠിച്ച കാര്യങ്ങളായിരിക്കും. ഏട്ടനത് അവിടെ അപ്ലൈ ചെയ്യും, ഞാനത് അവിടെ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരേ കണ്ടന്റ് പഠിച്ചാലും ഇവിടെ നമുക്കൊരു കമ്പാരിസൺ ശരിക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ? എല്ലാരും ഒരേപോലെ പഠിച്ചാലും ആ പെർഫോമൻസ്, ആ 1.5 മണിക്കൂറിന്റെ പെർഫോമൻസ് ആണ് അതിനകത്ത്. ഓക്കെ. എന്നിട്ട് അതെ ഈ അവസാനത്തെ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത്? അതവിടെ പോരായ്മ വന്ന ഭാഗം റിവിഷൻ, ലാസ്റ്റത്തെ കുറച്ച് 15 ദിവസം റിവിഷന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കും. വേറെ ഒരു ആപ്പും മറ്റുള്ള ഒന്നും നോക്കാറില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതിന്റെ തലേ ദിവസം പിന്നെ എന്താ പറയുന്നത്, നമ്മള് മാരത്തോൺ ക്ലാസ്സുകളൊക്കെ ഉള്ളത്, അത് മാത്രം 1 മണിക്കൂർ 2 മണിക്കൂർ കാണും. ബാക്കി ഒരു 15 ദിവസം ഒരു ഷെഡ്യൂൾഡ് പോലെ ഉണ്ടാക്കി നമ്മുടെ ഓരോരോ ഏരിയ ഫോക്കസ് ചെയ്ത്, ഒരു ദിവസം ഇന്ന മാത്സ്, ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം മലയാളം, ഒരു ദിവസം ബയോളജി, അങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ വെച്ചിട്ട് ആ ദിവസം മൊത്തം അത് കവർ ചെയ്ത് അങ്ങനെ ഒരു 15 ദിവസം പുതിയതായിട്ട് ഒരു ടോപ്പിക് ഒന്നും എടുത്തില്ല. പഠിച്ചത് തന്നെ ആ 15 ദിവസം റിവിഷൻ ചെയ്ത്. നമ്മള് പിന്നെ പഠിക്കാത്തൊരു ചോദ്യം പരീക്ഷാ ഹാളിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെറിയ സങ്കടം ഉണ്ടാവുമായിരിക്കും. പക്ഷെ പഠിച്ചൊരു ചോദ്യം റിവിഷന്റെ കുറവ് മൂലം കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമാണ്. ആദ്യ സമയത്ത് എനിക്കുണ്ടായ അതേ സങ്കടമാണ്. അതെ. നമ്മുടെ ഈ പച്ചവെള്ളം എഡ്യൂക്കേഷൻ ആപ്പിലേക്ക് എങ്ങനെയാ രണ്ടുപേരും എത്തിയത്? അതായത് ഞങ്ങള് ബാക്കി എല്ലാം ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഒരു നമ്മളെ കൊണ്ട് കൂടാത്തൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് അഫെയർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പത്രങ്ങളും റെഫർ ചെയ്യണം, എല്ലാ പത്രങ്ങളിലുള്ള കണ്ടന്റ് നോക്കേണ്ടി വരും. അപ്പൊ അത് നോക്കുമ്പോഴേക്കും ഇത് എല്ലാം കൂടെ എവിടെ നിന്ന് ഈ ഒരു സാധനം കിട്ടും എന്നിങ്ങനെ ഞങ്ങൾ രണ്ടിനെ കൂടെ ഡിസ്കസ് ചെയ്ത്, ഞാനും പൈപ്പും യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഏതാണ് അവിടെയും പല കറണ്ട് അഫെയർ ഉണ്ട്. അപ്പൊ അതില് ഒരു 45 മിനിറ്റിൽ ഒരു ക്ലാസ് എടുത്ത് നോക്കുമ്പോഴേക്കും ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഒത്തിരി കണ്ടന്റ് കൊണ്ട് അവിടെ തന്നെ പഠിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെ അതിൽ നോക്കുമ്പോഴേക്കും ഈ പച്ചവെള്ളം ആപ്പാണ്, അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും എന്ന് മനസ്സിലായി. അങ്ങനെ കയറിക്കൂടിയതാണ്. നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇന്നും അതങ്ങനെ ഇനിയും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇനി നിർത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാന്ന് തോന്നുന്നു. ഇനിയും പഠിക്കാൻ തന്നെയാണ്. ഇനിയും എന്നെ സംബന്ധിച്ച് പിന്നെ എന്റെ കാര്യമല്ല ഞാൻ കൂടുതൽ പറയാം, വൈഫിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നിർത്തരുത്. അടുത്ത പിന്നെ ഇത്തിരി ഉയർന്നത് അങ്ങനെ നേടാനായിട്ട് ശ്രമിച്ചോണ്ടേയിരിക്കുക. ഈ LGS അല്ലാതെ വേറെ പരീക്ഷകൾ എഴുതാറുണ്ടായിരുന്നു? LDC രണ്ടുപേരും എഴുതിയതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴ തന്നെയായിരുന്നു. അപ്പൊ ആലപ്പുഴ ആണെങ്കിലും എനിക്ക് കിട്ടിയത് എറണാകുളം മോഡലിലാണ് പിന്നെ എക്സാം സെന്റർ കിട്ടിയത്. പുള്ളിക്കാരിക്ക് ആലപ്പുഴയിൽ തന്നെ കിട്ടി. അപ്പൊ പുള്ളിക്കാരിക്ക് അന്ന് നല്ല ഫീവർ ആയിട്ട് എണീക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്ത് വിട്ടു. അവിടെ ചെന്ന് എക്സാം തുടങ്ങുന്നതിന് 2 മിനിറ്റ് മുമ്പേ പുള്ളിക്കാരി തലയിറങ്ങി വീണു. അങ്ങനെ പിന്നെ അതെല്ലാം ടീച്ചർമാരെല്ലാം അപ്പുറത്തെ സ്റ്റാഫ് എല്ലാം പേടിച്ചുകൊണ്ട് പോയി. ഏകദേശം ഒരു 20-25 മിനിറ്റ് പരീക്ഷ എഴുതി. പിന്നെ അതിന് ശേഷം പരീക്ഷ എന്താ പറയാ, ആ ടീച്ചറാണ് പറഞ്ഞത് എന്തായാലും കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് എന്തായാലും മിസ്സാക്കണ്ട. ഞാനിപ്പോ ചോദിച്ചത് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, ഇനി കേറി നമ്മള് എക്സാം ഹോളിൽ കയറി, പക്ഷെ ഇനി തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ മിസ് പറഞ്ഞു വേണ്ട, എന്തായാലും കയറിയതല്ല, ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റൂല, കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ചു കഴിയുമ്പോൾ ഒന്ന് ശരിയാവും. അപ്പൊ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. ഏകദേശം അതില് ഞാൻ വിചാരിച്ചത് ഞാൻ കയറിയില്ലാലും LGCക്ക് വൈഫ് കയറുന്നത്. വെച്ചാൽ വൈഫ് ഇംഗ്ലീഷ് എല്ലാം നല്ല കോൺഫിഡൻസ് ആണ്, മലയാളവും എല്ലാം നല്ല തറവാണ്. അപ്പൊ ഞാൻ ഇച്ചിരി ഇംഗ്ലീഷിൽ ഇത്തിരി പുറകിലോട്ടായിരുന്നു. അപ്പൊ ഞാനത് വിചാരിച്ച് എന്നെക്കാളും ഇതില് കയറി പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നിട്ടും 60 അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം 59 ശരിയായിരുന്നു. ഇവിടുത്തെ കട്ട് ഓഫ് 62.75. 60 അറ്റൻഡ് ചെയ്തിട്ട് 59 ശരിയായി.
അപ്പൊ കിട്ടിയിരുന്നെങ്കിൽ റാങ്ക് ആയിരുന്നു. എന്നുവെച്ചാൽ അപ്പൊ പുള്ളിക്കാരി അപ്പൊ ഇത് ചിലരൊക്കെ ഉണ്ടാവും പരീക്ഷയോട് അടുപ്പിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വന്ന് അയ്യോ ഞാൻ ഇത്രയും കാലം പഠിച്ചതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഡെസ്പൈ ഇട്ട് പോകുന്നവരൊക്കെ അന്ന് വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഇത്രയും നാൾ പഠിച്ചിട്ട് എനിക്ക് ആ ഇടക്ക് വെച്ച് അവിടെ എനിക്കത് മൊത്തം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു നിമിത്തമാണ്. എപ്പോഴും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. അന്ന് അവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ന് കാണുമല്ലായിരുന്നല്ലോ. അല്ല അപ്പോഴും പുള്ളിക്കാരി ചെയ്യാൻ ശ്രമിച്ചു. എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഏരിയയിൽ തന്നെയാണ് 60 ചെയ്ത് ലാസ്റ്റിൽ തുടങ്ങി. ലാസ്റ്റിലൊന്ന് തുടങ്ങി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആദ്യം കവർ ചെയ്ത് അതിനുശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിങ്ങൾ കുടുംബത്തിലൊരു അംഗത്തെ പോലെ PSC കൊണ്ട് നടന്നിരുന്നു തോന്നുന്നു അല്ലെ. എല്ലാത്തിലും ഒരു ഹാബിറ്റ് ആയിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് PSCയുടെ ഫാക്ടുകളും PSC ആയിരുന്നു സറൗണ്ടിങ്സിൽ മൊത്തം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ ഊണിലും ഉറക്കിലും നമ്മൾ നോക്കുന്നിടത്തെല്ലാം PSC ആണെങ്കിലാണ് ഇതിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റുക. ശരിയാണോ അത്? അതായത് സാറേ ഞങ്ങള് എല്ലാ സോഷ്യൽ മീഡിയയും യൂസ് ചെയ്യുവാണ്. പക്ഷെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ചവെള്ളം അങ്ങനെയുള്ള ഈ കണ്ടന്റിന് വേണ്ടി മാത്രമായിരിക്കും ഞങ്ങള് സോഷ്യൽ മീഡിയ. ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യും, വാട്സാപ്പ് യൂസ് ചെയ്യും, ടെലഗ്രാമും യൂസ് ചെയ്യും. പക്ഷെ അത് തുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കണ്ടന്റുകൾക്ക് വേണ്ടി മാത്രം. കണ്ടന്റ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ അതിൽ കേറാതിരിക്കുന്നതുമില്ല. ഈ പറയുന്ന എല്ലാത്തിലും നമ്മൾ ഇന്നത്തെ എല്ലാം നമ്മള് എല്ലാ ടെലഗ്രാമിലും നമ്മുടെ ഇതുണ്ട്, വാട്സാപ്പിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം പച്ചവെള്ളം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അതൊക്കെ അതിനകത്തൊക്കെ നമ്മൾ എന്താ പറയാ നമ്മളെ കൊണ്ട് നമ്മുടെ ടീമിനെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം കണ്ടന്റുകളാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണേലും ടെലഗ്രാമിലാണേലും കയറി കഴിയുമ്പോഴേക്കും അവിടെ കാണുന്ന ചില കണ്ടന്റുകൾ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പരീക്ഷകളിലാണെങ്കിലും ചിലപ്പോ പിന്നെ സാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ ചില കണ്ടന്റുകളായിരിക്കും ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ എന്താ പറയാ നമ്മൾ ജോലി കിട്ടിയ ആളുകളുടെ പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിരുന്ന സമയത്ത് ഈ ഒരു മൊമെന്റ് അന്ന് വിചാരിച്ചിരുന്നോ? അതായത് ഇങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും, ഇങ്ങനെ എനിക്ക് പറയണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു? പലരിടത്തും നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഓരോരുത്തർക്ക് കിട്ടുമ്പോഴും ചെറിയൊരു വിഷമം ഉണ്ടാവും, പക്ഷെ ഒരു എന്താ പറയുക ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താ പറയാ ഇപ്പൊ കേൾക്കുന്ന കുറെ ഓഡിയൻസ് ഉണ്ട് അല്ലെ, എനിക്ക് കിട്ടിയില്ല, LGS ഇന്നലെ വന്ന ലിസ്റ്റിലും എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? അപ്പൊ അതിനെ കുറിച്ച് സാറ് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചല്ല. എന്റെ മനസ്സിൽ ഒന്നേ ഉള്ളായിരുന്നു. സാറ് പറയാറുണ്ട്, ക്ലാസ്സിന്റെ ഇടക്കും പറയാറുണ്ട്, അഡ്വൈസ് വരുന്നാലും ലിസ്റ്റ് വന്നാലും ഈ നമ്പറിൽ എന്നെ ഒന്ന് വിളിക്കുന്നത് എന്റെ പേഴ്സണൽ നമ്പറിലാണ്. അപ്പൊ ആ നമ്പർ ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വൈഫിനോട് പറയുമായിരുന്നു, ഈ നമ്പറിൽ ഞാൻ ഒരു ദിവസം സാറിനെ വിളിച്ചിരിക്കും, അല്ലാതെ സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. സാറിന്റെ തിരക്കുകൾ നമുക്ക് അറിയാം, ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കത്തില്ല മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിന് ഞാൻ വിളിച്ച് തീർച്ചയായിട്ടും ഈ നമ്പർ സേവ് ചെയ്ത് വെച്ച്, അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ സാർ ഇവിടെ വരുമെന്നോ ഞങ്ങളെ കാണുമെന്നോ ഇങ്ങനെ കണ്ടതിൽ വളരെ എന്താ പറഞ്ഞ ഒരിക്കലും ഞങ്ങൾക്ക് പച്ചവെള്ളത്തിനെയും സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കറണ്ട് അഫയർ എന്ന് പറഞ്ഞത് റാങ്ക് മേക്കിംഗ്, ഏതൊരു പരീക്ഷയുടെയും റാങ്ക് മേക്കിംഗ് കറണ്ട് അഫയർ ആണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം നമുക്ക് എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മള് എല്ലാ കുട്ടികളെയും ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. അവരെ ഇൻഡിവിജ്വലി നമുക്ക് ട്രാക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അവരിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള മോട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ റിസൾട്ട് വന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എന്താണെന്നറിയില്ല, കഴിഞ്ഞ ദിവസം ലിസ്റ്റിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ചും വീട്ടമ്മമാരായ ആളുകളോടൊക്കെ എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ഒരു ഇതിലും വന്നില്ല എന്ന് വിചാരിച്ച് അവിടെ വെച്ച് നിർത്തരുത്. പിന്നെയും റിവിഷൻ ചെയ്ത് പുതിയ കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വീണ്ടും ശ്രമിക്കുക. ഓക്കെ, എക്സാമുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? അതായത് മോക്ക് ടെസ്റ്റുകൾ, OMR പരീക്ഷകളൊക്കെ? അതായത് OMR ഏറ്റവും നമ്മള് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിലുണ്ടായിരുന്ന മോക്ക് ടെസ്റ്റുകളായിരുന്നു. നമ്മളതിനകത്ത് ചെയ്ത് അത് അവിടെ ഈ 4 ഓപ്ഷൻ കാണുന്ന നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതും, പരീക്ഷാ ഹാളിൽ 4 ഓപ്ഷൻ വരുമ്പോഴേക്കും അത് കാണുന്നതും, അപ്പൊ ഏകദേശം ഒരു ഐഡിയ എത്തി. ആ ടെസ്റ്റുകളിലൂടെ വളരെ പ്രയോജനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത്രയും നേരം നമ്മളെടുത്ത് സംസാരിച്ച് സഹകരിച്ച ആളുടെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഒരു പുതിയ വീടാണ് അല്ലേ? 2 വർഷം. 2 വർഷമായി. ഓക്കെ, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ
എന്താ പറയാ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിക്കാൻ ഇവർ സമയം കണ്ടെത്തി. ആള് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഓടിപ്പടച്ച് വന്നതൊക്കെയാണ്. നല്ല മഴയുള്ള ദിവസമാണ്, എന്നാലും നമുക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ ഏതായാലും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഇവരെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്ക് തീരുമാനിക്കാം. പഠനം നിർത്താതിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരുക. ഇന്നല്ലെങ്കിൽ നാളത്തെ ലിസ്റ്റ് നിങ്ങൾ ഇതുപോലെ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. കാരണം വിജയിച്ചവരാരും ആദ്യത്തെ പരീക്ഷയിൽ വിജയിച്ചവരല്ല, അല്ലേ? അവർ സമയമെടുത്ത് തന്നെ വിജയിച്ചവരാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ.